കണ്ണൂരിൽ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചു. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ചത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, എപ്പോഴാണ് കടുവയെ മയക്കുവെടി വെച്ചത്? ജനങ്ങളുടെ ഭീതിക്ക് ഒരു അറുതി ഉണ്ടായിട്ടുണ്ടോ? മാധു, കഴിഞ്ഞ കുറെ നാളുകളായി കണ്ണൂർ അടയ്ക്കാത്തോട് മേഖലയിൽ ജനങ്ങൾക്ക് വലിയ ഭീതി സൃഷ്ടിച്ച കടുവയാണ് ഇന്ന് അല്പം മുമ്പ് മയക്കോട് വെച്ച് പിടികൂടിയത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കടുവയെ ജനവാസ മേഖലയിൽ തുടർന്ന് അവിടെ എത്തി മയക്കോട് വെക്കാനുള്ള ശ്രമം ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിച്ചു. എന്നാൽ കടുവ അവിടെ നിന്ന് മോടി മാറി പിന്നീട് മറ്റൊരു കൃഷിയിടത്തിലേക്ക് ഈ കടുവ മാറി. അവിടെ വെച്ചാണ് അല്പം മുമ്പ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മയക്കോട് വെച്ച് കടുവയെ പിടികൂടിയത്. കടുവ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കടുവയെ എവിടേക്ക് മാറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴുള്ള ഈ അടയ്ക്കാത്തോട് മേഖല, അതിന് തൊട്ട് സമീപത്തായി ആറളം വന്യജീവി സങ്കേതമുണ്ട്. ആ പ്രദേശത്തേക്ക് കൊണ്ടുവിടരുത് എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഏതായാലും അതിനപ്പുറത്തേക്ക് നേരത്തെ ഈ പറയുന്ന കൊട്ടിയൂർ മേഖലയിൽ നിന്ന് ഒരു കടുവയെ പിടികൂടിയപ്പോൾ അതിനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഏതായാലും വലിയ ആശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ജനവാസ മേഖലയിൽ തന്നെയായിരുന്നു കടുവ നിലയുറപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും വീടുകളിൽ ഉണ്ടായിരുന്ന വളർത്തു നായ്ക്കളെ കടുവ പിടികൂടുന്ന സംഭവം നിത്യമായിരുന്നു. മാത്രമല്ല, ഈ ആളുകൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭീതിയോടുകൂടിയാണ് ആളുകൾ കഴിഞ്ഞിരുന്നത്. നിരോധനാജ്ഞ അടക്കം പലയിടങ്ങളിലും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ഏറ്റവും ഒടുവിൽ ഇന്നാണ് ഇത് സംബന്ധിച്ചൊരു നടപടി ഓപ്പറേഷനിലേക്ക് വനംവകുപ്പ് പോയത്. ആദ്യം ഉച്ചയോടുകൂടി തന്നെ ഒരു സ്ഥലത്ത് നേരത്തെ കണ്ട അതേ സ്ഥലത്ത് തന്നെ കടുവയെ കാണുന്നു. അവിടെ വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തും. പക്ഷെ അവിടെ നിന്ന് കടുവ ഓടി രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് മാറി. ആ കൃഷി സ്ഥലത്ത് വെച്ചാണ് കടുവ അല്പം മുമ്പ് ഈ വിദഗ്ധ സംഘം മയക്കുവെടി വെച്ചത്. പിന്നീട് കടുവ മയങ്ങി കടുവയെ കൂട്ടിലേക്ക് മാറ്റി അവിടെ നിന്നും കടുവയെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഈ കണ്ണൂർ ജില്ലയിലെ വനമേഖലയിൽ ഈ കടുവയെ തുറന്നു വിടാൻ അനുവദിക്കില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. മറ്റെവിടേക്കെങ്കിലും കടുവയെ കൊണ്ടുപോകണം എന്നതാണ് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.